സോ ഇന്ന് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ നെക്സ്റ്റ് ലെസണിലേക്ക് പോവുകയാണ്. ഇത് ഫസ്റ്റ് ലെസൺ നിങ്ങളെല്ലാവരും ബേസിക് ഡ്രോയിങ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇത് സെക്കൻഡ് വൺ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ബേസിക് ലെസണൊക്കെ ഇല്ലേ, ഷെയ്ഡിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെയാണ്. അതെല്ലാം നമുക്ക് ഇനി നാളെ പോർട്രേറ്റിലും കാരിക്കേച്ചറിലും അങ്ങനെ പല ഡ്രോയിങ്സ് വരുന്നുണ്ട്. അതിനൊക്കെ ഇതേ ബേസിക്സ് തന്നെയാണ്. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള ബേസിക് അടുത്ത സ്റ്റെപ്പിലേ വരുള്ളൂ. ഇത് കോമൺ ആയിട്ട് നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഏതൊരു ആർട്ട് ഫോമിനും ഉള്ള ബേസിക് തന്നെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ അതിൻ്റെ വെരി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു സർക്കിളിൻ്റെ ഷെയ്ഡിങ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ അതിൻ്റെ ഒരു ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുള്ള തന്നെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഷെയ്ഡിങ് പഠിക്കുന്നുണ്ടാവുക. സപ്പോസ് ഇതിനൊരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ കണക്കാക്കുക. ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിന് ഒരു ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഏതൊരു ഫോട്ടോയിലും എല്ലാവിടെയും ലൈറ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഫോട്ടോ ആയിക്കോട്ടെ, നമുക്ക് ചുറ്റും ആയിക്കോട്ടെ, ലൈറ്റ് ഉണ്ട്. ലൈറ്റ് തട്ടുന്ന ഭാഗത്ത് ഒരു ഷെയ്ഡും ലൈറ്റ് തട്ടാത്തൊരു ഭാഗത്തും ഒരു ഷെയ്ഡും ആയിരിക്കുമല്ലോ. സപ്പോസ് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണിച്ചു തരാം. ഈ ഒരു പിക്ചറിൽ ഇതിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഷാഡോ വരുന്ന ഭാഗത്ത് ലൈറ്റ് കുറവും അതില്ലാത്ത ഭാഗത്ത് ലൈറ്റ് കൂടുതലുമാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഷാഡോ വരുന്നുണ്ട്. ഷാഡോ വരുന്നതല്ല, ഇവിടെ ഞാൻ എൻ്റെ സ്ക്രീന് വെച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ലൈറ്റ് അവിടെ ഡയറക്റ്റായിട്ട് തട്ടുന്നില്ല, ഇവിടെ ലൈറ്റ് നന്നായി തട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡും അങ്ങോട്ട് പോകുന്തോറും അതൊരു ഡാർക്ക് ഷെയ്ഡും ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതാണ് ഏതൊരു ഒബ്ജക്റ്റിനും ഉള്ളൊരു ഡിഫറൻസ്. സോ ഇപ്പം ഈ ഒരു സർക്കിൾ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ എപ്പോഴും മുകൾ ഭാഗത്ത് നിന്നായിരിക്കുമല്ലോ ലൈറ്റ് വരിക. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ നിന്നായിരിക്കും ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആരോ നിങ്ങൾ വരച്ചു വെച്ചോളൂ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നിന്നാണ് ലൈറ്റ് കൊടുക്കുന്നതെങ്കിൽ, ഒരു മിനിറ്റ്, ഈ ലൈറ്റ് തട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ, ഈ ഒരു ഭാഗം, അതിങ്ങനെ ഒരു ഓവലായിട്ട് മാർക്ക് ചെയ്യണം. അതാണ് എപ്പോഴും ഇപ്പോൾ ഇപ്പോൾ സണ്ണിൻ്റെ ലൈറ്റ് നമ്മുടെ ഭൂമിയിൽ തട്ടുമ്പോൾ ഒരു ഭാഗത്താണ് നമുക്ക് ലൈറ്റ് വരിക. അപ്പോൾ മറ്റേ സൈഡിൽ നമുക്ക് രാത്രിയായിരിക്കും. അതുകൊണ്ടാണല്ലോ ടൈം സോൺ ചേഞ്ച് വരുന്നത് പല രാജ്യങ്ങളിലും. അപ്പോൾ ഇപ്പോൾ ഇതൊരു എർത്ത് ആണെങ്കിൽ ഇവിടെ സൺലൈറ്റ് വരുമ്പോൾ ഇവിടെ ഡാർക്ക് ആയിരിക്കും. അതേ കോൺസെപ്റ്റാണ്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത്. അതേപോലെ ലൈറ്റ് ഇവിടെ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെളിച്ചം ലൈറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു പോർഷനിലാണ്. പിന്നെ അവിടെ നിന്ന് ലൈറ്റായി ഡാർക്കറായിട്ട് ഇങ്ങനെ വരും ഷെയ്ഡിങ്. അപ്പോൾ ഇവിടെ വെളിച്ചം നന്നായിട്ടുണ്ട്, ഇവിടെ നിന്ന് ആ വെളിച്ചം കുറഞ്ഞ് ഡാർക്കറായി ഇവിടെ എത്തുമ്പോൾ നല്ല ഡാർക്കറാവും. അതാണ് ഫസ്റ്റ് ലെസൺ. ഓക്കെ. സോ ഇനി നമ്മളിതിൽ ഷെയ്ഡ് ചെയ്യാൻ പോകും. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ അറ്റത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഈ അറ്റത്തുനിന്ന് ഇവിടെ ചെറുതായിട്ട് ഒരു സർക്കിൾ കൊടുക്കുന്നു, ഒരു ഓവൽ ഷേപ്പ് പോലെ കൊടുക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് ഞാൻ HB പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഈവൻ ആയിട്ട് വരും. നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല. നമ്മൾ ഷെയ്ഡിങ് കൊടുത്തു തുടങ്ങും. കുറച്ചുള്ളിലേക്കൊക്കെ ആയിട്ട് നമ്മളിതാ കുറച്ചൊന്ന് നന്നായി ഒന്ന് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഞാൻ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പയ്യെ ഒരു ഷെയ്ഡിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ട്. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ അറ്റത്തൊക്കെ ഞാൻ നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ. അൺഈവൻ ആയിക്കോട്ടെ, ലൈൻ പോലെ വരണമെന്ന് എവിടെയും നിർബന്ധമില്ല. ഇവിടെ കണ്ടോ, ഒരു അൺഈവൻ ആയിട്ടല്ലേ കൊടുത്തേക്കണേ. ഓക്കെ. അപ്പം നമ്മുടെ HBയുടെ ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനി ഞാൻ എടുക്കുന്നത് 2B ആണ്. 2B എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു ലെയർ അടുത്തതായിട്ട് കൊടുക്കരുത്,
കുറച്ച് നമ്മൾ കൊടുത്ത് HBയുടെ മുകളിലേക്ക് ചേർത്തിട്ട് മുകളിലേക്ക് കൂടെ കയറിയിട്ട് വേണം അടുത്ത ലെയർ ഓഫ് ഷെയ്ഡിങ് കൊടുക്കാൻ. കാരണം എന്നാലേ ഒന്ന് ജെല്ലായിട്ട് ഒരു നല്ലൊരു ഷെയ്ഡിങ്ങിൻ്റെ ഒരു ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത HBയുടെ മുകളിലേക്കും കൂടെ കയറ്റിയിട്ട് വരയ്ക്കണം. ഇതേ മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ അക്രിലിക്കിൽ എല്ലാം പെയിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുക. ഒരു ലെയർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെയറിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ അതിൻ്റെ മുകളിലൂടെ ഒരു ലെയറായിട്ട് തുടങ്ങണം. ഇപ്പം ഞാൻ ഇതിൻ്റെ എൻഡിങ് സൈഡൊക്കെ ഒന്ന് നന്നായി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ലെയർ ഓഫ് 2B കൊടുക്കുകയാണ്. അപ്പോൾ ആ HBയുടെ മുകളിലേക്കും കൂടെ കയറി വരുമ്പോൾ നമുക്ക് ആ ട്രാൻസിഷൻ കറക്റ്റാവും. കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെ നിന്നാണ് അടുത്ത ലെയർ വന്നിരിക്കുന്നത് എന്നുള്ളത്. കണ്ടോ? അതൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പോഴേ ആ ഒരു വ്യത്യാസം അറിയാതിരിക്കില്ല. വ്യത്യാസം അറിയാൻ പാടില്ല. രണ്ടാമത്തെ കളർ ഷെയ്ഡായി. ഇനി നമ്മൾ 4B കൊടുക്കുകയാണ്. 4B കൊടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ എൻഡ് പോർഷൻസ് രണ്ട് ഭാഗത്തും നന്നായി ചെയ്യാം. എന്നിട്ട് 2Bയിലേക്കും കൂടെ ഒന്ന് മേർജായിട്ട് ഞാൻ 4B കൊടുക്കുകയാണ്. കണ്ടോ? 4B മറ്റേ 2Bയുടെ ട്രാൻസിഷൻ നിങ്ങൾക്ക് നന്നായി കാണുന്നില്ലേ? ഇങ്ങനെ ചെരിച്ച് തന്നെ ചെയ്യണം. ചെരിച്ച് ചെയ്താലേ അതിന് ഒരു ഷെയ്ഡിങ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അതാകുമ്പോൾ എല്ലാം നമുക്ക് ഒരേ ഷെയ്ഡ് ലെവലിൽ ചെയ്യാൻ പറ്റും. ഇവിടെ 4B കഴിഞ്ഞു. ഇനി നമ്മൾ 6Bയിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ പോർഷൻ ആദ്യം കൊടുക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് നന്നായി വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. ഇനി ഞാൻ 6Bയുടെ ഷെയ്ഡിങ് 4Bയുടെ മുകളിലേക്കും കൂടെ കയറിയിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കുകയാണ്. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് 6B വെച്ചിട്ട്. ഞാൻ കുറച്ച് വീഡിയോൻ്റെ സൈസ് വലുതായിപ്പോയി, അതുകൊണ്ടാണ്. ഒബ്ജക്ട്സ് ഷെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ എപ്പോഴും ഷെയ്ഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആവാൻ നോക്കണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ്, ഇങ്ങനെ താഴോട്ട്. ആ ഡയറക്ഷൻ ത്രൂ ഔട്ട് നമ്മുടെ ഒബ്ജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോകുന്നു നിങ്ങൾ. അപ്പോൾ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലോ രണ്ടും വ്യത്യസ്തമായിട്ട് അറിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇതിവിടെ സൈഡിൽ വരച്ചു വെച്ചോളൂ. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ഡയറക്ഷനിലേക്കാണോ ഷെയ്ഡിങ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് തന്നെ ബാക്കിയുള്ള കണ്ടിന്യൂസ് ഷെയ്ഡിങ്ങും ചെയ്യണം. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു 8B വരുമ്പോഴും ഞാൻ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായി B എത്തുമ്പോഴത്തേക്കും കുറച്ചൊരു ഡാർക്കർ ടോൺ വരും. ഞാൻ ഒന്ന് അറ്റമൊക്കെ ഒന്ന് നമ്മൾ ഇവിടെ 6B 8B എത്തുമ്പോൾ ഒന്ന് ആ ഷെയ്ഡില്ലേ അറ്റത്ത് വരുന്ന ഷെയ്ഡിങ് ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കാം. ഫുള്ളും കയറ്റരുത്, ജസ്റ്റ് ഒരു നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ലൈറ്റായിട്ട് കയറ്റി കൊടുത്താൽ മതിയാവും. അതൊന്നല്ല, ആ ഡാർക്കർ ടോണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ
ടോണ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റി കൊടുക്കാം. ലൈറ്റായിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ല ഒരു ഷെയ്ഡിങ് വരുന്നത്, അതായത് ഒരു 3D ഒബ്ജക്റ്റ് പോലെ ആവുന്നില്ലേ ഈ ഒരു പെയിൻറ്റിങ്. ഇനി നമുക്ക് 10B വരയ്ക്കാം. 10B ആയ ഇത് കംപ്ലീഷനിലാണ്. ഞാൻ ഇവിടെ ലൈറ്റായിട്ട് ആദ്യം ഒന്ന് ഈ ഒരു പോർഷൻ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഷെയ്ഡിങ് പതുക്കെ 10ൻ്റെ ഷെയ്ഡിങ് ഷെയ്ഡിങ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് മൊത്തം ഒന്ന് ചെറുതായി മുകളിലേക്കൊന്ന് കയറ്റി എൻ്റെ സ്മഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവർ ഷെയ്ഡിങ്. അതായത് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വന്നു, ആ ലൈറ്റിനെ തട്ടുമ്പോൾ ഇവിടെ എപ്പോഴും ലൈറ്റർ ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്നും കൂടെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ആ ഒരു കറക്റ്റ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷെയ്ഡിങ്. നമ്മൾ നോർമലായുള്ള ഒബ്ജക്റ്റിനെ ഒരു 3D പോലെ ആക്കുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡിങ്ങിലാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്നത് ഒരു ഇമേജ്, ഇത് ലൈറ്റ് ആൻഡ് ഷാഡോ ആണ് ഇത് ബേസിക്കലി വരുന്നത്. അതായത് ലൈറ്റ് വരും, ലൈറ്ററായിട്ട് വന്ന് അതിൻ്റെ ഡാർക്കറായി വരും. ഇനി ആ ഡാർക്കർ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക, ഒരു ഷാഡോ ഉണ്ടാവും. ഇനി ആ ഷാഡോ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 4B പെൻസിലാണ്. ഇങ്ങനത്തെ ഇമേജസിനൊക്കെ ഷാഡോ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 4B. അപ്പോൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ എങ്ങനെയാണ്, ഇപ്പോൾ ഇത് ഒബ്ജക്റ്റിൻ്റെ മുകൾ ഭാഗം, ഇത് ഒബ്ജക്റ്റിൻ്റെ താഴ്ഭാഗമാണെങ്കിൽ ആ താഴെന്ന് ഇങ്ങനെ ആയിരിക്കും ഒരു ചെറിയ ലൈറ്റായിട്ട് അതിൻ്റെ ഷാഡോ വരിക. അപ്പം ഞാൻ ഷാഡോ കൊടുക്കുകയാണ്. ഇത് റൗണ്ടാണ്, അപ്പം ഷാഡോയും കുറച്ചൊരു റൗണ്ടഡ്, ഫുൾ റൗണ്ടഡ് അല്ല, ഒരു ചെറിയ റൗണ്ടഡ് ആയിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് വളരെ ലൈറ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4B ഉപയോഗിച്ച് ഞാൻ നല്ലൊരു ഷാഡോ കൊടുക്കുകയാണ്. ഇത് ഷാഡോ ഫിഗർ അത് എപ്പോഴും ഉണ്ടാവുമല്ലോ, എല്ലാ ഒരു ഡ്രോയിങ്ങിനും ഷാഡോ ഉണ്ടാവും. എസ്പെഷ്യലി ലൈറ്റിൻ്റെ അണ്ടറിൽ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഷാഡോ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ അത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് വളരെ ലൈറ്റർ ഷെയ്ഡാണ് വേണ്ടത്, ലൈറ്റായിട്ടുള്ള ഷാഡോ ആയി. ഇനി ഞാൻ അതിനെ കുറച്ചും കൂടെ ക്ലോസറിൽ പിടിച്ചിട്ട്, ഒരു ഷാഡോൻ്റെ പ്രത്യേകത എന്താ, ഷാഡോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്തുള്ള ഷാഡോസ് ഡാർക്കർ ആയിരിക്കും, അത് കഴിഞ്ഞ് പോകുന്നത് ലൈറ്റർ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് ആ ഷാഡോനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് ആ ഭാഗം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് അത് ഇവിടെ ഒന്ന് സ്മഡ്ജ് ചെയ്യണം. സ്മഡ്ജ് ചെയ്യുന്നതിൻ്റെ റീസൺ ദൂരേക്ക് പോകുന്തോറും ഷാഡോ ലൈറ്റായിട്ട് വരുന്നതാണ്. നമുക്ക് ഇത്രയും മതിയാവും. ഇവിടെ ഡാർക്കർ ആയിട്ടുള്ള ഷാഡോ വന്നു.
പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഡാർക്കർ വന്നു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഡാർക്കർ വന്നു. ലൈറ്റ് ഇവൻച്വലി ലൈറ്റായി പോയി. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഇമേജും അതിൻ്റെ ഷാഡോസും വരിക. ഷാഡോ ഇവിടെ കുറച്ച് ലൈറ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഡാർക്കിന്ന് ലൈറ്റിലേക്ക് പൊക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഒരു ഇമേജും അതിൻ്റെ ഷാഡോയും വരയ്ക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2-3 എണ്ണം വരച്ച് നോക്കുക. ഒന്ന് മാൻഡേറ്ററി ആയിട്ട് വരയ്ക്കണം, അല്ല ഇഫ് യു വാണ്ട് മോർ പ്രാക്ടീസ് 2-3 എണ്ണം വരച്ച് നോക്കിക്കോളൂ.